ചില മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണെന്നറിയാമോ? അവരോട് പറയും, മക്കളെ, വിവാഹമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരുമിച്ചോ അല്ലെങ്കിൽ അടുത്തടുത്തോ താമസിക്കരുത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇതൊരിക്കലും മാതാപിതാക്കൾ മക്കളെ വിഭജിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അവർ ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾ അവർ ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അടുത്തടുത്താണ് താമസിക്കുന്നതെങ്കിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുമിച്ച് താമസിച്ചാൽ അല്ലെങ്കിൽ അടുത്തടുത്താണ് താമസിക്കുന്നതെങ്കിൽ പല കാര്യങ്ങളിലൂടെയുള്ള സമ്പർക്കത്തിലൂടെ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ മേടിച്ച് ചില ദൂരത്ത് ഒരു വീടൊക്കെ ഉണ്ടാക്കി അവർ താമസിക്കണമെന്ന് ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് താമസിക്കുന്ന സഹോദരങ്ങളുണ്ടായിരിക്കാം, അടുത്തടുത്ത് താമസിക്കുന്ന സഹോദരങ്ങളുണ്ടായിരിക്കാം. അങ്ങനെ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില മക്കളുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ചില മാതാപിതാക്കൾ ഈ ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. ഏതെങ്കിലും മാതാപിതാക്കൾ ഇങ്ങനെ അവരുടെ മക്കളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ ഉപദേശിക്കുന്നത്. അതെ, ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ 2 വ്യക്തികളെ കാണാനായിട്ട് നമുക്ക് സാധിക്കും, അബ്രാഹവും ലോത്തും. ലോത്ത് അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനാണ്. ഇവർ 2 സഹോദരങ്ങളെ പോലെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവരൊരു നാടോടി ജീവിതമാണ് നയിക്കുന്നത്. ഒരു സ്ഥലത്ത് പെർമനൻ്റായിട്ട് ഇവർ താമസിക്കുകയില്ല. നല്ല നല്ല മേച്ചിൽ പുറങ്ങൾ തേടി ഇവർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് അവർ താമസിക്കും. ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ അബ്രഹാം ലോത്തിനെ ഉപദേശിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടൊരു ഉപദേശമാണ്. 13-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുലിഖിതം മുതലൊന്ന് വായിച്ചു നോക്കുമ്പോൾ അബ്രഹാം ലോത്തിനെ ഉപദേശിക്കുന്നു. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോകുക. അബ്രഹാം ലോത്തിനോട് പറയുന്നു, നമ്മൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഇടയന്മാർ തമ്മിലും കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്നെ പിരിഞ്ഞു പോകുക. ആ കാലഘട്ടത്തിൽ അബ്രഹാം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് താമസിച്ച് കഴിയുമ്പോൾ ഭൗതിക മേഖലകളിൽ പല തർക്കങ്ങളുണ്ടാവും. അബ്രഹാം ഈ ലോത്തിന് കൊടുക്കുന്ന വളരെ നല്ലൊരു ഉപദേശമാണ്. കാരണം അബ്രഹാത്തിന് മനസ്സിലായി, അവരെല്ലാവരും ഒരുമിച്ച് താമസിച്ചാൽ, അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജോലി ചെയ്താൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ കാലഘട്ടത്തിലും ചില കുടുംബങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ഉപദേശമാണ്. ഒരുമിച്ച് താമസിക്കാതിരിക്കുക, അടുത്തടുത്ത് താമസിക്കാതിരിക്കുക, ഒരുമിച്ച് ഒരു മേഖലകളിൽ പ്രവർത്തിക്കാതിരിക്കുക, ജോലി ചെയ്യാതിരിക്കുക. എന്തുകൊണ്ടാണ് ദൈവം അബ്രാഹത്തിലൂടെ ഇതുപോലൊരു ഉപദേശം ചില കുടുംബങ്ങൾക്ക് നൽകുന്നത്? കാരണം സഹോദര സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സന്തോഷത്തിനും വിശുദ്ധ ബൈബിൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 133-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം തിരുലിഖിതം വചനം പറയുന്നു, സഹോദരന്മാർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള സന്തോഷ സമാധാനം തകരാതിരിക്കാൻ വേണ്ടി വിശുദ്ധ ബൈബിള് ചില കുടുംബങ്ങൾക്ക് വേണ്ടി തരുന്ന ഒരു വലിയ ഉപദേശമാണിത്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം സഹോദരങ്ങൾ തമ്മിൽ അകൽച്ചയിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം. അവർ വലിയ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും ഒരുമയിലേക്കും കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങൾ തമ്മിൽ അനൈക്യത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് പ്രത്യേകം ഒരു ആശീർവാദം സ്വീകരിക്കാം.